മുൻ മുഖ്യമന്ത്രി ലാലു യാദവും അദ്ദേഹത്തിന്റെ കുടുംബവും നയിക്കുന്ന പാർട്ടിയായ രാഷ്ട്രീയ ജനതാദളിന്റെ നേതൃത്വത്തിൽ ബീഹാറിലെ സീമാഞ്ചൽ മേഖലയിൽ മുസ്ലിം പ്രീണന രാഷ്ട്രീയം ശക്തമായി പിടിമുറുക്കുകയാണ്. അടുത്ത കാലത്തായി കിഷൻഗഞ്ച്, അരാരിയ, കതിഹാർ, പൂർണിയ തുടങ്ങിയ ജില്ലകളിലെ ജനസംഖ്യാപരമായ മാറ്റങ്ങൾക്ക് കാരണമായ അനധികൃത ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റമാണ് മുസ്ലിം ജനസംഖ്യയിൽ കുത്തനെയുള്ള വർധനവിന് കാരണമെന്ന് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു. ഈ സംഭവവികാസം പ്രദേശത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സ്ഥിരതയ്ക്ക് തന്നെ ഭീഷണിയാവുകയും ദേശീയ ഐക്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ചരിത്രകാരനായ ഗ്യാനേഷ് കുദാസിയ മുൻപ് ചൂണ്ടിക്കാട്ടിയതുപോലെ ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ വിഭജന സമയത്തെ 42% നിന്നും 2022 7.95 എന്ന നിലയിലേക്ക് കുത്തനെ ഇടിഞ്ഞതിന് സമാനമായ ഒരു സാഹചര്യമാണ് ബീഹാറിനെയും കാത്തിരിക്കുന്നതെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. സീമാഞ്ചലിൽ നിലവിൽ മുസ്ലിങ്ങൾ ഇപ്പോൾ പല ജില്ലകളിലും ജനസംഖ്യയുടെ 40 മുതൽ 70% വരും. അതിൽ തന്നെ ഏറ്റവും ഉയർന്ന അനുപാതം കിഷൻഗഞ്ചിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് മുസ്ലിം ഭൂരിപക്ഷം മണ്ഡലങ്ങളെ വൻതോതിൽ ആശ്രയിക്കാൻ, മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ സദാ ശ്രമിക്കുന്ന RJD, കോൺഗ്രസ്, AIMIM എന്നിവരെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. മുസ്ലിം വിഭാഗങ്ങളുമായുള്ള തങ്ങളുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ റാബ്രി ദേവി ലാലു കുടുംബത്തിന്റെ വസതിയിൽ ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് വരെ എത്തി കാര്യങ്ങൾ. എന്നാൽ ഇവ പലപ്പോഴും മറ്റ് സമുദായങ്ങളുടെ അതൃപ്തി ക്ഷണിച്ചു വരുത്തുന്നതാണ്. കൂടാതെ ഭിന്നിപ്പുണ്ടാവാനും കാരണമാവുന്നു എന്നാണ് വിലയിരുത്തൽ. വിഭജനത്തിലും ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലും ബീഹാറിലെ മുസ്ലിം ജനസംഖ്യ വിവാദപരമായ പങ്കുവഹിച്ചതായി ചരിത്രപരമായ പല പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. സിദ് അസംബ്ലി അംഗത്തിന്റെ സമീപകാല പരാമർശങ്ങൾ ഈ അവകാശവാദങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നതിന് ബീഹാർ വംശജരായ മുസ്ലിങ്ങൾ നൽകിയ സംഭാവനകളെ ഇത് ഉയർത്തിക്കാട്ടുന്നു. RJDയുടെയും സഖ്യകക്ഷികളുടെയും മുസ്ലിം പ്രീണന നയങ്ങൾ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമം പോലെയുള്ള പരിഷ്കാരങ്ങളെ എതിർക്കുന്നതിലേക്ക് കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട്. വിരോധാഭാസം എന്ന് പറയട്ടെ, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ദുരവസ്ഥ അവഗണിക്കപ്പെടുമ്പോൾ തന്നെ മുസ്ലിം വോട്ടുകൾ നേടാനുള്ള ശ്രമങ്ങൾ ഇവിടെ നിർബാധം തുടരുകയാണ്. സരസ്വതി പൂജ ഘോഷയാത്രകൾക്ക് നേരെയുണ്ടായ ആക്രമണം ഉൾപ്പെടെ RJDയുടെ സ്വാധീനത്താൽ ബീഹാറിലെ ഹിന്ദു മതപരമായ പരിപാടികൾ തടസ്സപ്പെടുത്തുന്നതിന്റെ റിപ്പോർട്ടുകൾ പാർട്ടിയുടെ പക്ഷാപാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നതാണ്. കൂടാതെ സീമാഞ്ചൽ മേഖലയിലെ ചില സ്കൂളുകളിൽ വെള്ളിയാഴ്ചകൾ അവധിയായി പ്രഖ്യാപിക്കുന്നത് പോലെയുള്ള നടപടികൾ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന സാമുദായിക അസന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതോടെയാണ് ഹിന്ദു ന്യൂനപക്ഷങ്ങൾ കടുത്ത പീഡനം നേരിടുന്ന ബംഗ്ലാദേശുമായുള്ള താരതമ്യം ഇവിടെ അനിവാര്യമായത്. സീമാഞ്ചലിലെ അനിയന്ത്രിതമായ മുസ്ലിം പ്രീണനം ബംഗ്ലാദേശിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുമെന്ന് വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് പ്രദേശത്തിന്റെ സാമൂഹിക ഘടനയ്ക്കും ഇന്ത്യയുടെ പരമാധികാരത്തിനും ഭീഷണിയാകും. ബീഹാറിലെ നിലവിലെ സാഹചര്യം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ വിപത്തുകളെക്കുറിച്ചും ദേശീയ ഐക്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള അതിന്റെ ശേഷിയെക്കുറിച്ചുമുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ്. പ്രീണന നയങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ ഒരു ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്: ബീഹാറിന്റെ നേതൃത്വം ദേശീയ താൽപര്യത്തിന് മുൻഗണന നൽകുമോ, അതോ അപകടങ്ങൾ പതിയിരിക്കുന്ന മുസ്ലിം പ്രീണനത്തിന്റെ പാത തന്നെ തിരഞ്ഞെടുക്കുമോ എന്ന ചോദ്യം ആ വിധി കാത്തിരുന്നു തന്നെ കാണാം.